എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിർമാല്യം തൊഴുക, ചോറ്റാനിക്കരയിൽ നിർമാല്യം തൊഴുക, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുക. ഇങ്ങനെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ കേൾക്കുന്ന ഒന്നാണ് നിർമാല്യം തൊഴുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നിർമാല്യം തൊഴൽ? നിർമാല്യം തൊഴലിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ രാവിലത്തെ അഭിഷേകം മുതൽ രാത്രിയിലത്തെ അത്താഴ പൂജ വരെ കഴിഞ്ഞതിന് ശേഷം മേൽശാന്തിമാർ ക്ഷേത്രമടച്ചു പോകുന്നതാണ് നാം കണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്രമടച്ചതിന് ശേഷം അവിടെ ദേവലോകത്തു നിന്നും ദേവന്മാർ വന്ന് അവിടുത്തെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ യഥാവിധി പൂജിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ ദേവന്മാർ പൂജിച്ച ദേവിയെ അല്ലെങ്കിൽ ദേവനെ രാവിലെ മേൽശാന്തി വന്ന് നട തുറക്കുമ്പോൾ ആ ദേവസങ്കല്പത്തെ കാണുന്നതാണ് നിർമാല്യ ദർശനം എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആദ്യ ദർശനം നടത്തുമ്പോൾ പവിത്രമായ ഒരു അനുഭൂതിയാണ് ഭക്തർക്ക് ഉണ്ടാകുന്നത്. നിർമാല്യം പതിവായി തൊഴുന്നതിലൂടെ ദേവനിൽ കുടികൊള്ളുന്ന ചൈതന്യം ഭക്തനിലേക്ക് പരിരക്ഷിക്കപ്പെടും എന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.